ആൻഡമാൻ ദ്വീപിലെ ആ രാത്രി ഹാവ്ലോക്കിലെ ആ കൊച്ചു കുടിലിൻ്റെ ജനലിലൂടെ കടൽക്കാറ്റ് പതിയെ ഒഴുകിയെത്തി. പുറത്ത് തിരമാലകളുടെ നേർത്ത ശബ്ദം, അകത്ത് മങ്ങിയ വെളിച്ചത്തിൽ ഫാത്തിമയും രാഹുലും. അവരുടെ ഹൃദയമിടിപ്പ് ആ കടൽ തിരകളേക്കാൾ വേഗത്തിലായിരുന്നു. ചില നിമിഷങ്ങളുണ്ട്, വാക്കുകൾക്ക് അതീതമായ നിമിഷങ്ങൾ. അങ്ങനെയൊരനുഭവമായിരുന്നു അവർക്കത്. രാഹുലിൻ്റെ വിരലുകൾ അവളുടെ മുഖത്ത് പതിയെ തഴുകി. ആ സ്പർശനത്തിൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും ആഴത്തിലുള്ളൊരു ആകാംക്ഷയും ഉണ്ടായിരുന്നു. ഫാത്തിമയുടെ കണ്ണുകൾ രാഹുലിൻ്റെ കണ്ണുകളിലുടക്കി. ആ കണ്ണുകളിൽ അവൾ കണ്ടത് സ്വന്തം പ്രതിബിംബം മാത്രമല്ല, കാലങ്ങളായി കാത്തിരുന്ന ഒരു പ്രണയത്തിൻ്റെ തിളക്കം കൂടിയായിരുന്നു. അവളുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിടർന്നു. അവൾ രാഹുലിൻ്റെ കൈകളിൽ മെല്ലെ പിടിച്ചു. ആ പിടിയിൽ ഒരുപാട് ധൈര്യവും വിശ്വാസവും ഉണ്ടായിരുന്നു, ഒരു തരം ഭയമില്ലായ്മ. അവൾ പതിയെ രാഹുലിലേക്ക് ചേർന്നു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂട് അവൾ അറിഞ്ഞു. ആ ചൂടിൽ അവൾക്ക് സുരക്ഷിതത്വം തോന്നി. രാഹുൽ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ പതിയെ ഒഴുകി നടന്നു. ഓരോ സ്പർശനവും ഒരു പുതിയ ലോകം തുറന്നു. അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾക്കൊരു നേർത്ത വിറയൽ അനുഭവപ്പെട്ടു. അതൊരു പേടിയായിരുന്നില്ല, പുതിയൊരു അനുഭവത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതിൻ്റെ ആവേശമായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു പൂക്കാലം വിടരുന്നത് അവൾ അറിഞ്ഞു. ഫാത്തിമ. അവൻ്റെ ശബ്ദം നേർത്തതായിരുന്നു, ഒരു മന്ത്രം പോലെ. ആ വിളിയിൽ അവൻ്റെ പ്രണയം മുഴുവൻ അലിഞ്ഞു ചേർന്നിരുന്നു. അവൾക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. അവളുടെ ഹൃദയം നിറയെ രാഹുലായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് നേർത്തൊരു നീർത്തുള്ളി പുറത്തേക്ക് വന്നു. അത് സന്തോഷത്തിൻ്റെ കണ്ണീരായിരുന്നു. അവൻ പതിയെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ കണ്ണുകളിൽ, മൂക്കിൽ, കവിളുകളിൽ. ഓരോ ചുംബനവും അവരെ കൂടുതൽ അടുപ്പിച്ചു. അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. അവൾ ആ നിമിഷത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടു. അവളുടെ ശരീരം അവൻ്റെ സ്പർശനത്തിൽ ഉണർന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തേടി. ആദ്യമൊരു നേർത്ത സ്പർശനം, പിന്നെ ആഴത്തിലുള്ളൊരു ചുംബനം. ലോകം മുഴുവൻ ആ നിമിഷം നിശ്ചലമായെന്ന് അവൾക്ക് തോന്നി. ആ ചുംബനത്തിൽ അവരുടെ പ്രണയം അലിഞ്ഞു ചേർന്നു. വർഷങ്ങളായി കാത്തിരുന്നൊരു നിമിഷം പോലെ. അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളിലൂടെ ഒഴുകി. അവൾ അവൻ്റെ കഴുത്തിൽ ചുട്ടിപ്പിടിച്ചു. അവരുടെ ശ്വാസം ഒന്നായി. ആ മുറിയിൽ പ്രണയം മാത്രം നിറഞ്ഞു നിന്നു. അവൻ്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങളിൽ തട്ടി. ഒരു നിമിഷം അവൾക്കൊരു നേർത്ത ആശങ്ക തോന്നി. പക്ഷേ രാഹുലിൻ്റെ കണ്ണുകളിലെ സ്നേഹം കണ്ടപ്പോൾ ആ ആശങ്ക മാഞ്ഞുപോയി. അവൾ അവനെ പൂർണ്ണമായി വിശ്വസിച്ചു. അവൻ്റെ ഓരോ ചലനത്തിലും അവൾക്ക് വിശ്വാസം തോന്നി. അവൻ പതിയെ അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. ഓരോ വസ്ത്രവും അഴിഞ്ഞു വീഴുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. അവൻ്റെ കണ്ണുകളിൽ അവൾ കണ്ടത് ആരാധനയായിരുന്നു, അവളെ മാത്രം തേടിയെത്തിയൊരു പ്രണയം. അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ചു. അവൻ്റെ ചൂടുള്ള ശരീരം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ തലോടി. അവൻ്റെ പേശികൾ അവൾക്ക് പുതിയൊരു അനുഭൂതി നൽകി. അവൻ്റെ ശ്വാസം വേഗത്തിലായി. അവൾ അവൻ്റെ ശരീരത്തിലേക്ക് കൂടുതൽ ചേർന്നു. അവൻ്റെ ഓരോ സ്പർശനത്തിലും അവൾ ഉരുകിത്തീരുകയായിരുന്നു. അവർ പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങളും അതിലേറെ ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. അതൊരു തുടക്കമായിരുന്നു, അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു അധ്യായത്തിൻ്റെ തുടക്കം. രാഹുൽ അവളെ പതിയെ കിടക്കയിലേക്ക് കിടത്തി. അവളുടെ ശരീരം അവൻ്റെ സ്പർശനത്തിനായി കാത്തിരുന്നു. അവൻ്റെ കണ്ണുകളിൽ അവൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ലോകം അവൾ കണ്ടു. അവൻ അവളുടെ ഓരോ ഇഞ്ചിലും ചുംബിച്ചു. അവളുടെ കഴുത്തിൽ, തോളിന്മേൽ, വയറിൽ. ഓരോ ചുംബനവും അവളിൽ പുതിയൊരു ഉണർവ് നൽകി. അവളുടെ ശരീരം അവൻ്റെ സ്പർശനത്തിൽ പ്രതികരിച്ചു. അവൾ പതിയെ കണ്ണുകൾ അടച്ചു. ആ നിമിഷം അവൾക്ക് ചുറ്റും രാഹുൽ മാത്രമായിരുന്നു. അവൻ്റെ പ്രണയത്തിൻ്റെ ചൂടിൽ അവൾ ഉരുകി.
അവൻ്റെ കൈകൾ അവളുടെ തുടകളിലൂടെ ഒഴുകി. അവൾക്കൊരു നേർത്ത വിറയൽ അനുഭവപ്പെട്ടു. അവൻ പതിയെ അവളുടെ കാലുകളിൽ ചുംബിച്ചു. അവളുടെ ശരീരം അവൻ്റെ സ്പർശനത്തിൽ പ്രതികരിച്ചു. അവൾ പതിയെ അവൻ്റെ മുടിയിഴകളിൽ തലോടി. അവൻ്റെ ഓരോ ചലനവും അവൾക്ക് പുതിയൊരു അനുഭൂതി നൽകി. അവൻ പതിയെ അവളിലേക്ക് ചേർന്നു. അവരുടെ ശരീരങ്ങൾ ഒന്നായി. ആദ്യം ഒരു നേർത്ത വേദന. പക്ഷേ രാഹുലിൻ്റെ സ്നേഹവും വാത്സല്യവും ആ വേദനയെ ഇല്ലാതാക്കി. അത് പുതിയൊരു അനുഭൂതിക്ക് വഴിമാറി. അവരുടെ ശരീരങ്ങൾ ഒരു താളത്തിൽ ചലിച്ചു. ഓരോ ചലനവും അവരെ കൂടുതൽ അടുപ്പിച്ചു. അവരുടെ ശ്വാസം വേഗത്തിലായി. വിയർപ്പ് ഗണങ്ങൾ അവരുടെ ശരീരത്തിൽ തിളങ്ങി. ആ മുറിയിൽ പ്രണയം മാത്രം നിറഞ്ഞു നിന്നു. അവൾ അവൻ്റെ ചുമലിൽ നഖങ്ങളാഴ്ത്തി. അവൻ്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി. അതൊരു വേദനയായിരുന്നില്ല, ആനന്ദത്തിൻ്റെ ശബ്ദമായിരുന്നു. അവർ പരസ്പരം ചേർന്നു. അവരുടെ ശരീരങ്ങൾ ഒന്നായി. ആ നിമിഷം അവർക്ക് ലോകം മുഴുവൻ മറന്നു. അവർ പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. ആ മുറിയിൽ പ്രണയം മാത്രം നിറഞ്ഞു നിന്നു. അവരുടെ പ്രണയം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. ഓരോ നിമിഷവും അവർക്ക് പുതിയതായിരുന്നു. അവരുടെ ശരീരങ്ങൾ ഒരു താളത്തിൽ ചലിച്ചു. ആ നിമിഷം അവർക്ക് ചുറ്റും പ്രണയം മാത്രമായിരുന്നു. അവരുടെ പ്രണയം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. അവസാനം ഒരുമിച്ച് അവർ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തി. അവരുടെ ശരീരങ്ങൾ തളർന്നു. പക്ഷേ അവരുടെ ആത്മാക്കൾക്ക് പുതിയൊരു ഉണർവ് ലഭിച്ചു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നു. രാഹുൽ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഫാത്തിമ അവൻ്റെ നെഞ്ചിൽ തലോടി. ആ നിമിഷം അവർക്ക് ലോകം മുഴുവൻ സ്വന്തമായെന്ന് തോന്നി. അതൊരു പൂർണ്ണതയായിരുന്നു. ഇതൊരു തുടക്കമായിരുന്നു. അവരുടെ പ്രണയത്തിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ. നിനക്കറിയാമോ, ചില ബന്ധങ്ങളുണ്ട്, അത് വെറും ആകസ്മികതകളല്ല, വിധി നിശ്ചയിച്ചതാണ്. ഫാത്തിമയുടെയും രാഹുലിൻ്റെയും പ്രണയം അങ്ങനെയൊന്നായിരുന്നു. അവരുടെ പ്രണയം തുടങ്ങിയത് 1 വർഷം മുൻപാണ്, കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു മറൈൻ കൺസർവേഷൻ വർക്ക്ഷോപ്പിൽ വെച്ച്. കോട്ടയം സ്വദേശിയായ രാഹുൽ 27 വയസ്സുള്ള ഒരു മറൈൻ ബയോളജിസ്റ്റാണ്. അവൻ അവിടെ ഒരു പ്രധാന പ്രഭാഷകനായിരുന്നു. കടലിൻ്റെ ആഴങ്ങളെക്കുറിച്ചും അവിടുത്തെ ജീവികളെക്കുറിച്ചും അവൻ വാചാലനായി സംസാരിച്ചു. അവൻ്റെ ഓരോ വാക്കിലും കടലിനോടുള്ള അടങ്ങാത്ത പ്രണയം നിറഞ്ഞു നിന്നു. കോഴിക്കോട് സ്വദേശിനിയും 25 വയസ്സുകാരിയുമായ ഫാത്തിമയെ അവിടേക്ക് ക്ഷണിച്ചത് ആ വർക്ക്ഷോപ്പിനായുള്ള വിദ്യാഭ്യാസപരമായ ചിത്രീകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അവൾ ഒരു ഫ്രീലാൻസ് ഇല്ലസ്ട്രേറ്ററാണ്. അവളുടെ വരകളിൽ ജീവൻ തുടിക്കും. വർക്ക്ഷോപ്പിൻ്റെ ഇടവേളയിൽ ഫാത്തിമ താൻ വരച്ച ചിത്രങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാഹുൽ അവിടേക്ക് വന്നത്. നിങ്ങളുടെ ചിത്രങ്ങൾ അതിമനോഹരമാണ്, രാഹുൽ പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഓരോ വരയിലും കടലിൻ്റെ ആത്മാവ് നിങ്ങൾ ഒപ്പിയെടുത്തു. ഫാത്തിമ അവനെ നോക്കി പുഞ്ചിരിച്ചു. നന്ദി. കടൽ എനിക്കെന്നും ഒരു പ്രചോദനമാണ്. എനിക്കും, രാഹുൽ പറഞ്ഞു. ഞാൻ രാഹുൽ, മറൈൻ ബയോളജിസ്റ്റാണ്. ഫാത്തിമ ഇല്ലസ്ട്രേറ്ററാണ്. അവർ കൈകൊടുത്തു. ആ ആദ്യ സ്പർശനത്തിൽ തന്നെ ഒരു നേർത്ത വൈദ്യുത പ്രവാഹം അവരിലൂടെ കടന്നുപോയെന്ന് ഫാത്തിമ ഓർത്തു. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു പ്രത്യേകത തോന്നും, അല്ലേ? പിന്നീടുള്ള ദിവസങ്ങളിൽ വർക്ക്ഷോപ്പിൻ്റെ തിരക്കിനിടയിലും അവർ പരസ്പരം കണ്ടുമുട്ടി. കടലിനെക്കുറിച്ചും കലയെക്കുറിച്ചും അവർ സംസാരിച്ചു. രാഹുൽ കടലിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഫാത്തിമയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. ഫാത്തിമ തൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രാഹുൽ അത്ഭുതത്തോടെ കേട്ടിരുന്നു. അവരുടെ ലോകങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും പ്രകൃതിയോടും സൗന്ദര്യത്തോടുമുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അവരെ ഒരുമിപ്പിച്ചു. അവർക്ക് പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ ഫാത്തിമയെ ഒരു കാപ്പി കുടിക്കാൻ ക്ഷണിച്ചു. നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ, അവൻ മടിച്ചു ചോദിച്ചു. തീർച്ചയായും, ഫാത്തിമയുടെ മറുപടി വേഗത്തിലായിരുന്നു. അവൾക്കും അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവരൊരു ചെറിയ കഫേയിൽ പോയി. അവിടെ വെച്ച് അവർ ജീവിതത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. രാഹുൽ തൻ്റെ ജോലിയെക്കുറിച്ച്, കടലിൽ പോകുന്നതിനെക്കുറിച്ച്, പുതിയ ജീവികളെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു.
ഫാത്തിമ തൻ്റെ വരകളെക്കുറിച്ച്, ഓരോ ചിത്രത്തിന് പിന്നിലുള്ള കഥകളെക്കുറിച്ച് പറഞ്ഞു. അവർ പരസ്പരം കേട്ടു, ചിരിച്ചു, ചിലപ്പോൾ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. ആ നിമിഷങ്ങൾ അവർക്ക് വിലപ്പെട്ടതായിരുന്നു. സമയം പറന്നുപോയതറിഞ്ഞില്ല. നിങ്ങൾ കലയെ ഇത്രയധികം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ ചോദിച്ചു. കല എൻ്റെ ആത്മാവിനെയാണ്. എനിക്ക് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും എൻ്റെ വരകളിലൂടെ എനിക്ക് പറയാൻ കഴിയും, ഫാത്തിമ പറഞ്ഞു. നിങ്ങൾക്ക് കടൽ എന്താണ്? രാഹുൽ ഒരു നിമിഷം ആലോചിച്ചു. കടൽ എൻ്റെ വീടാണ്, എൻ്റെ ശാന്തതയാണ്, എൻ്റെ പ്രചോദനമാണ്. കടലിൽ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്നു. അവരുടെ സംഭാഷണങ്ങൾ ആഴങ്ങളിലേക്ക് പോയി. അവർ പരസ്പരം കൂടുതൽ അടുത്തറിഞ്ഞു. അവരുടെ ചിന്തകൾക്ക് ഒരേ താളമുണ്ടെന്ന് അവർക്ക് തോന്നി. വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് പിരിയാൻ വിഷമമായി. രാഹുൽ കോട്ടയത്തേക്കും ഫാത്തിമ കോഴിക്കോട്ടേക്കും മടങ്ങി. പക്ഷേ അവരുടെ ഫോൺ വിളികൾ നിലച്ചില്ല. ദിവസവും അവർ സംസാരിച്ചു. മണിക്കൂറുകളോളം നീളുന്ന സംഭാഷണങ്ങൾ. അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പരസ്പരം കാണാതെ അവർക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാതെയായി. ഒരു തരം ശൂന്യത. രാഹുൽ ഒരു ദിവസം ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, എനിക്ക് നിന്നെ കാണണം. നിനക്ക് കോട്ടയത്തേക്ക് വരാൻ കഴിയുമോ? ഫാത്തിമയ്ക്ക് സന്തോഷമായി. അവൾ കോട്ടയത്തേക്ക് പോയി. രാഹുൽ അവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ മാതാപിതാക്കൾ അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവർക്ക് ഫാത്തിമയെ ഇഷ്ടമായി. ഫാത്തിമയ്ക്ക് രാഹുലിൻ്റെ കുടുംബത്തെയും ഇഷ്ടമായി. അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായി. മതത്തിൻ്റെയോ ജാതിയുടെയോ അതിർവരമ്പുകൾ അവരുടെ സ്നേഹത്തിന് തടസ്സമായില്ല. സ്നേഹത്തിന് കണ്ണില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. അവരുടെ പ്രണയം വളർന്നു. അവർ പരസ്പരം താങ്ങും തണലുമായി. രാഹുലിന് എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ ഫാത്തിമ അവനോടൊപ്പം നിന്നു. ഫാത്തിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ രാഹുൽ അവളെ ആശ്വസിപ്പിച്ചു. അവർ പരസ്പരം ശക്തിയായി മാറി. ഒരു ദിവസം രാഹുൽ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി നേരിട്ടു. അവൻ്റെ പ്രോജക്റ്റിന് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. അവൻ വല്ലാതെ വിഷമിച്ചു. ഫാത്തിമ അവനെ ആശ്വസിപ്പിച്ചു. രാഹുൽ, നീ വിഷമിക്കരുത്. നമ്മൾ ഒരുമിച്ച് ഇതിനെ നേരിടും. നിന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്. അവളുടെ വാക്കുകൾ അവന് പുതിയൊരു ഊർജം നൽകി. ഒരു ദിവസം രാഹുലിന് ആൻഡമാനിലേക്ക് ഒരു ട്രാൻസ്ഫർ ലഭിച്ചു. അതൊരു വലിയ അവസരമായിരുന്നു. അവൻ്റെ കരിയറിന് അത് അത്യന്താപേക്ഷിതമായിരുന്നു. പക്ഷേ ഫാത്തിമയെ വിട്ടുപോകുന്നത് അവന് വിഷമമായിരുന്നു. അവൻ ഫാത്തിമയോട് സംസാരിച്ചു. ഫാത്തിമ, എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടി, ആൻഡമാനിലേക്ക്. ഫാത്തിമയ്ക്ക് വിഷമമായി. അവളുടെ ശബ്ദമിടറി. അപ്പോൾ നമ്മൾ ഒരുമിച്ചുണ്ടാകും. ദൂരമൊരു പ്രശ്നമല്ല, രാഹുൽ പറഞ്ഞു. നിനക്ക് അവിടെ വരാൻ കഴിയുമോ? എനിക്കറിയാം നിനക്ക് നിന്റെ ജോലിയുണ്ടെന്ന്. പക്ഷേ എനിക്ക് നിന്നെ വിട്ടു നിൽക്കാൻ കഴിയില്ല. ഫാത്തിമ ഒരു നിമിഷം ആലോചിച്ചു. അവൾക്ക് രാഹുലിനെ വിട്ടുനിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി. അവളുടെ ജീവിതത്തിൽ രാഹുൽ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഞാൻ വരും രാഹുൽ, എനിക്ക് നിന്നെ വിട്ടുനിൽക്കാൻ കഴിയില്ല. അവളുടെ വാക്കുകൾ രാഹുലിന് വലിയ ആശ്വാസമായി. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം അവർക്ക് ലോകം മുഴുവൻ സ്വന്തമായെന്ന് തോന്നി. അവൻ ആൻഡമാനിലേക്ക് പോയി. ഫാത്തിമ കോഴിക്കോട്ട് നിന്ന് തൻ്റെ ജോലികൾ തുടർന്നു. അവർ വീഡിയോ കോളുകളിലൂടെയും ഫോൺ വിളികളിലൂടെയും പരസ്പരം ബന്ധപ്പെട്ടു. ദൂരം അവരുടെ പ്രണയത്തെ കൂടുതൽ ശക്തമാക്കി. അവർ പരസ്പരം കാണാൻ കൊതിച്ചു. ഓരോ ദിവസവും അവർക്ക് വർഷങ്ങളായി തോന്നി. ഒരു ദിവസം രാഹുൽ ഫാത്തിമയെ ആൻഡമാനിലേക്ക് ക്ഷണിച്ചു. ഫാത്തിമ, നീ ഇങ്ങോട്ട് വരണം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് വരയ്ക്കാനുണ്ടാകും. കടൽ, ദ്വീപുകൾ, അവിടുത്തെ ജീവിതം നിനക്ക് ഇഷ്ടപ്പെടും. എൻ്റെ കൂടെ ഉണ്ടാകണം. ഫാത്തിമയ്ക്ക് സന്തോഷമായി. അവൾക്ക് രാഹുലിനെ കാണാനും ആൻഡമാൻ കാണാനും ആഗ്രഹമുണ്ടായിരുന്നു. അവൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. അവളുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര. അവൾ ആൻഡമാനിലെത്തി. രാഹുൽ അവളെ എയർപോർട്ടിൽ കാത്തുനിന്നു. അവർ പരസ്പരം കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എത്ര ദിവസങ്ങളായി അവർ ഈ നിമിഷത്തിനായി കാത്തിരിക്കുന്നു. ആ കെട്ടിപ്പിടുത്തത്തിൽ അവരുടെ എല്ലാ വിഷമങ്ങളും ദൂരവുമില്ലാതായി. രാഹുൽ അവളെ ഹാവ്ലോക്ക് ദ്വീപിലെ ഒരു കൊച്ചു കുടിലിലേക്ക് കൊണ്ടുപോയി. കടലിൻ്റെ അടുത്തായിരുന്നു ആ കുടിൽ.
അവിടെ വെച്ചാണ് അവരുടെ പ്രണയം പൂർണ്ണമായത്. അവരുടെ ആദ്യത്തെ ലൈംഗികാനുഭവം അത് വെറും ശാരീരികമായ ഒന്നായിരുന്നില്ല, അവരുടെ ആത്മാക്കളുടെ സംഗമമായിരുന്നു. അവരുടെ പ്രണയം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നു. അവരുടെ ആദ്യ കൂടിക്കാഴ്ച കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടു. ഫാത്തിമ ആൻഡമാനിൽ രാഹുലിനൊപ്പം താമസിച്ചു. ഓരോ ദിവസവും അവരുടെ പ്രണയം കൂടുതൽ ആഴത്തിലായി. അവർ ഒരുമിച്ച് കടൽ തീരങ്ങളിലൂടെ നടന്നു, സൂര്യാസ്തമയം കണ്ടു, കടലിൻ്റെ അടിയിലെ വർണ്ണാഭമായ ലോകം കണ്ടു. ഫാത്തിമ രാഹുലിൻ്റെ ഓരോ ചലനവും വരച്ചു. രാഹുൽ അവളുടെ വരകളിൽ പുതിയ ലോകം കണ്ടു. അവർ പരസ്പരം പൂർണ്ണമാക്കി. ഒരു വൈകുന്നേരം കടൽക്കാറ്റ് പതിയെ വീശുന്നു. ആകാശം ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ കുളിച്ചു നിന്നു. രാഹുലും ഫാത്തിമയും അവരുടെ കുടിലിൻ്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. രാഹുൽ ഫാത്തിമയുടെ കൈകളിൽ പിടിച്ചു. ഫാത്തിമ, നിനക്കറിയാമോ, നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എല്ലാം മാറി. എൻ്റെ ലോകം കൂടുതൽ മനോഹരമായി. ഫാത്തിമ രാഹുലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. രാഹുൽ, എനിക്കും അങ്ങനെയാണ്. നിനക്കൊപ്പം ജീവിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അവരുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. ആ നിമിഷം അവർക്ക് പരസ്പരം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ പതിയെ കുടിലിൻ്റെ അകത്തേക്ക് നടന്നു. മുറിയിൽ മങ്ങിയ വെളിച്ചം, മെഴുകുതിരികളുടെ നേർത്ത പ്രകാശം. രാഹുൽ ഫാത്തിമയെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തേടി. അതൊരു ആഴത്തിലുള്ള ചുംബനമായിരുന്നു. അവരുടെ പ്രണയം ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. അവരുടെ ആദ്യത്തെ അനുഭവം ഒരു പുതിയ ലോകം തുറന്നുവെങ്കിൽ ഈ നിമിഷം ആ ലോകത്തെ കൂടുതൽ മനോഹരമാക്കി. അവിടെ ഭയമോ ആശങ്കയോ ഉണ്ടായിരുന്നില്ല. പകരം പൂർണ്ണമായ വിശ്വാസവും സ്നേഹവും മാത്രമായിരുന്നു. ഫാത്തിമ രാഹുലിൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ചു. അവൻ്റെ ചൂടുള്ള ശരീരം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ തലോടി. അവൻ്റെ ഓരോ സ്പർശനത്തിലും അവൾ ഉരുകിത്തീരുകയായിരുന്നു. രാഹുൽ പതിയെ അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. ഓരോ വസ്ത്രവും അഴിഞ്ഞു വീഴുമ്പോൾ അവരുടെ പ്രണയം കൂടുതൽ ശക്തമായി. അവൻ്റെ കണ്ണുകളിൽ അവൾ കണ്ടത് ആരാധനയായിരുന്നു. അവളെ മാത്രം തേടിയെത്തിയൊരു പ്രണയം. ഫാത്തിമയുടെ കണ്ണുകൾ അടഞ്ഞു. അവൾ ആ നിമിഷത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. അവരുടെ ശരീരങ്ങൾ ഒന്നായി. രാഹുൽ പതിയെ അവളെ കിടക്കയിലേക്ക് കിടത്തി. അവളുടെ ശരീരം അവൻ്റെ സ്പർശനത്തിനായി കാത്തിരുന്നു. അവൻ അവളുടെ ഓരോ ഇഞ്ചിലും ചുംബിച്ചു. അവളുടെ കഴുത്തിൽ, തോളിന്മേൽ, വയറിൽ ഓരോ ചുംബനവും അവളിൽ പുതിയൊരു ഉണർവ് നൽകി. അവളുടെ ശരീരം അവൻ്റെ സ്പർശനത്തിൽ പ്രതികരിച്ചു. അവൻ്റെ കൈകൾ അവളുടെ തുടകളിലൂടെ ഒഴുകി. അവൾക്കൊരു നേർത്ത വിറയൽ അനുഭവപ്പെട്ടു. അവൻ പതിയെ അവളുടെ കാലുകളിൽ ചുംബിച്ചു. അവളുടെ ശരീരം അവൻ്റെ സ്പർശനത്തിൽ പ്രതികരിച്ചു. അവൾ പതിയെ അവൻ്റെ മുടിയിഴകളിൽ തലോടി. അവൻ്റെ ഓരോ ചലനവും അവൾക്ക് പുതിയൊരു അനുഭൂതി നൽകി. അവൻ പതിയെ അവളിലേക്ക് ചേർന്നു. അവരുടെ ശരീരങ്ങൾ ഒന്നായി. ഇത്തവണ വേദനയില്ലായിരുന്നു, പകരം ആനന്ദം മാത്രം. അവരുടെ ശരീരങ്ങൾ ഒരു താളത്തിൽ ചലിച്ചു. ഓരോ ചലനവും അവരെ കൂടുതൽ അടുപ്പിച്ചു. അവരുടെ ശ്വാസം വേഗത്തിലായി. വിയർപ്പ് കണങ്ങൾ അവരുടെ ശരീരത്തിൽ തിളങ്ങി. ആ മുറിയിൽ പ്രണയം മാത്രം നിറഞ്ഞു നിന്നു. അവൾ അവൻ്റെ ചുമലിൽ നഖങ്ങൾ ആഴ്ത്തി. അവൻ്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി. അതൊരു വേദനയായിരുന്നില്ല, ആനന്ദത്തിൻ്റെ ശബ്ദമായിരുന്നു. അവർ പരസ്പരം ചേർന്നു. അവരുടെ ശരീരങ്ങൾ ഒന്നായി. ആ നിമിഷം അവർക്ക് ലോകം മുഴുവൻ മറന്നു. അവർ പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. ആ മുറിയിൽ പ്രണയം മാത്രം നിറഞ്ഞു നിന്നു. അവരുടെ പ്രണയം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. ഓരോ നിമിഷവും അവർക്ക് പുതിയതായിരുന്നു. അവരുടെ ശരീരങ്ങൾ ഒരു താളത്തിൽ ചലിച്ചു. ആ നിമിഷം അവർക്ക് ചുറ്റും പ്രണയം മാത്രമായിരുന്നു. അവരുടെ പ്രണയം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. അവസാനം ഒരുമിച്ച് അവർ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തി. അവരുടെ ശരീരങ്ങൾ തളർന്നു, പക്ഷേ അവരുടെ ആത്മാക്കൾക്ക് പുതിയൊരു ഉണർവ് ലഭിച്ചു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നു.
രാഹുൽ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഫാത്തിമ അവൻ്റെ നെഞ്ചിൽ തലോടി. ആ നിമിഷം അവർക്ക് ലോകം മുഴുവൻ സ്വന്തമായെന്ന് തോന്നി. അതൊരു പൂർണ്ണതയായിരുന്നു. അവരുടെ പ്രണയം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടന്നു. ഫാത്തിമ, നീ എൻ്റെ കൂടെ എന്നും ഉണ്ടാകുമോ? രാഹുൽ പതിയെ ചോദിച്ചു. എന്നും രാഹുൽ, എന്നും, അവൾ മറുപടി പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ ഒരുപാട് സ്നേഹവും ഉറപ്പുമുണ്ടായിരുന്നു. അവർ പരസ്പരം ചേർന്നു കിടന്നു. പുറത്ത് കടൽത്തിരകളുടെ ശബ്ദം, അകത്ത് അവരുടെ ഹൃദയമിടിപ്പ്. ആ രാത്രി അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. നിനക്കറിയാമോ, ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. അത് കാലത്തെയും ദൂരത്തെയും അതിജീവിക്കും. രാഹുലിൻ്റെയും ഫാത്തിമയുടെയും പ്രണയം അങ്ങനെയൊന്നായിരുന്നു. അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ലോകം അവർ കണ്ടെത്തി.